ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. ഒന്ന്, PM ശ്രീ പദ്ധതി എന്ന് ഇത്രയും കാലമായി കേരളം ഭരിക്കുന്ന സർക്കാർ എതിർത്തുകൊണ്ടിരുന്ന ഒരു പദ്ധതിയിൽ ആരും അറിയാതെ നമ്മുടെ സർക്കാർ പോയി ഒപ്പിട്ടു. ഇത് ചതിയാണ്. ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ, മറ്റൊന്നും എന്റേതല്ല. ഇത് ചതിയാണ്, വൻ ചതി. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. നമ്മുടെ സർക്കാരിലുള്ളവർ പോലും അറിഞ്ഞില്ല, മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ അറിഞ്ഞില്ല, കൂടെ ഉണ്ടായിരുന്ന ആരും അറിഞ്ഞില്ല. നേരാണോടാ ഇവിടെ പറയണത്? നീ ആള് കാഞ്ഞ വിത്തോളല്ലോടാ. ഞങ്ങളെ ഒന്നും അറിയിക്കാൻ നീ കാര്യം ഒപ്പിച്ചോളഞ്ഞല്ലേ? അതെന്തുമാത്രം കലഹവും കലാപവും ആയി എന്നും പിന്നീട് എങ്ങനെ കോംപ്രമൈസ് ആയി എന്നും നമ്മൾ കേട്ടു. സർക്കാരല്ലേ, സാമ്പത്തിക ഞെരുക്കം കാണും. അത് കഴിഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ അതിദാരിദ്ര്യമില്ല, അതിദാരിദ്ര്യം ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തേ? ആ പ്രഖ്യാപനം നടത്താൻ, ഈ പരിപാടി നടത്താൻ ഇപ്പം എത്ര ചെലവുണ്ടാവുമെന്ന് ഇതിന്റെ സംഘാടകരോട് ചോദിച്ചാൽ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. 5 ലക്ഷം. അതുപോലെ ഇതിനേക്കാൾ വലിയൊരു പരിപാടി നടത്തി കേരളത്തിൽ ഇനി അതിദാരിദ്ര്യമില്ല എന്ന് നമ്മുടെ സർക്കാർ നമ്മളോട് പറഞ്ഞു. ആ പരിപാടിക്ക് 1.5 കോടിയാണ് ചെലവെന്നാണ് രേഖകൾ പ്രകാരം പുറത്തുവിട്ടത്. അപ്പം തന്നാ പോരെ, കുഴിയിടുന്ന എന്തിനാ ഒരുമാതിരി കള്ളന്മാരോട് വർത്താനം പറയുന്ന പോലെ. നമ്മൾ അറിഞ്ഞു കേരളത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ, വോട്ടർമാരായ നമ്മളെ അറിയിക്കാൻ, കേരളീയരെ അറിയിക്കാൻ സർക്കാർ 1.5 കോടി രൂപ ചെലവിട്ടു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. നമുക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടായോ? ഇല്ല. നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ? പക്ഷേ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തിനാണ് നമ്മുടെ സർക്കാർ ഈ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചതെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാമോ? CPI പോലും പിണക്കി കൂടെയുള്ള മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു രാഖി രാമാൻ അത് ഒപ്പിട്ട് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ അറിയുന്നത് പോലും, പുറത്ത് പറഞ്ഞു പോലുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മളോട് പറഞ്ഞു, നമ്മുടെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെയല്ല. നീ പറഞ്ഞതിന് ഒരു മോശപ്പെട്ട അർത്ഥമുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാധ്യമ പ്രവർത്തകരെ സെലക്ട് ചെയ്ത് ചോദ്യങ്ങൾ മാത്രമേ, അദ്ദേഹത്തിന് നേരത്തെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് പിന്നീട് വന്ന് ഉത്തരം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശൈലി. നീ എന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ? മലയാളം, പച്ച മലയാളം. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെയല്ല. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മാധ്യമ പ്രവർത്തകരെ കാണാറുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ എങ്ങനെ വരണമെന്നും അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടണമെന്നും എല്ലാ കാലത്തും സ്ഥിരമായി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ കാണുന്ന എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്നതുമാണ്. എന്നിട്ട് എന്തായാലും ഈ ചോദ്യം അദ്ദേഹത്തോട് വന്നു. ശരി, നിങ്ങൾ PM ശ്രീയിൽ ഒത്തുതീർപ്പായി, പക്ഷെ എന്തിനാണ് ഒപ്പുവെച്ചത്? അത് ഒപ്പുവെക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. തന്നെ ആരും കുറ്റം പറയില്ല, മനുഷ്യനല്ലേ, അബദ്ധം പറ്റും. മുഖ്യമന്ത്രി പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. തീർന്നില്ലേ? നമ്മുടെ ചോദ്യം തീർന്നില്ലേ? പക്ഷേ അതിന് ഉത്തരം വേണ്ടേ? ഉത്തരം തരാൻ ബാധ്യതയില്ലേ? പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വളരെ സൈലന്റായി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നിങ്ങളെ അറ്റാക്ക് ചെയ്ത് തീർക്കും. ഇനി BJP സർക്കാരിനെ കുറിച്ച് പറഞ്ഞാലോ, അതിനുമുണ്ട് ആളുകൾ. എല്ലാം അറിഞ്ഞിട്ടും എന്തിനാ ഓമൻ എന്നെ ഇങ്ങനെ നാറ്റിക്കുന്നത്? നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വേണോ, അങ്ങനെ ഒരു നിർബന്ധം നമുക്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആകുലപ്പെടുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മിനിമം നമ്മൾ തെരഞ്ഞെടുക്കുന്നവരാണോ നമ്മളെ ഭരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകുലത നമുക്ക് ഉണ്ടായിരിക്കണമല്ലോ. ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാ പലതും കണ്ട് പേടിക്കേണ്ടി വരും.